ഗുരുവായൂരിൽ നടുറോഡിൽ മദ്യപിച്ചെത്തിയ യുവാക്കളുടെ ഗുണ്ടായിസം. വടിവാളുമായി സ്കൂട്ടറിലെത്തിയ യുവാക്കൾ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയ ഇവർ ചോദ്യം ചെയ്തവരോട് തട്ടിക്കയറി. ഈ വണ്ടി പക്ഷേ ഈ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ലിഷോ, ഇത് എപ്പോഴാണ് ഈ സംഭവം? രാവിലെയാണോ? ലഹരിയിലായിരുന്നോ? തീർച്ചയായും. അതായത് ഇവർ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഈ സ്ഥലത്തെ ഇത്തരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. മമ്മിയൂർ ഭാഗത്ത് വെച്ചാണ്, അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള പ്രദേശത്ത് റോഡരികിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ ഫിറോസ് എന്ന് പറയുന്ന പേരകം സ്വദേശിയും അതുപോലെ തന്നെ ഒരുമനൂർ സ്വദേശിയായ ബിജീഷുമാണ്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് എത്തിയ ഇവർ ഒരു സ്കൂട്ടറിലാണ് എത്തിയിരുന്നത്. സ്കൂട്ടറിലെത്തി അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരുമായി ആദ്യം പ്രശ്നമുണ്ടാക്കി. അതിനുശേഷം നാട്ടുകാരുമായി എല്ലാം തന്നെ ഇവർ പ്രശ്നമുണ്ടാക്കി. അത് റോഡിലേക്ക് വാഹനം കയറ്റി നിർത്തുകയും പിന്നീട് അവിടെ ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവിടെ നാട്ടുകാർ ഇവരെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇതൊരു വലിയ സംഘർഷത്തിൻ്റെ വക്കിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നത്. ഇവരുടെ ഈ സ്കൂട്ടറിൻ്റെ മുൻവശത്ത് വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. അത് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പേർക്കും നിരവധി കേസുകളുണ്ട്. ഈ ബിജേഷിന് 6 കേസുകളും അതുപോലെ തന്നെ കൂടെയുണ്ടായിരുന്ന വ്യക്തിക്ക് 8 കേസുകളും, അങ്ങനെ 2 പേർക്കും എത്രത്തോളം കേസുകളുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇവർ റോഡിൽ നിന്ന് ഗതാഗത തടസ്സം ഉണ്ടാക്കിയത് ചോദ്യം ചെയ്ത നാട്ടുകാരോട് ആദ്യം പ്രകോപിതരായി, പിന്നീട് അവിടെ എത്തിയ എല്ലാവരോടും തന്നെ പ്രകോപിതരായി ഭീഷണി മുഴക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീടാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ മാരകായുധങ്ങൾ കൈവശം വെച്ചതിനും നടുറോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തുകയും പിന്നീട് ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.